അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. സുമനസ്സുകളായ സതീർത്ഥരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുന്നേറ്റ പ്രയാണത്തിൽ ഒരു മറക്കാനാവാത്ത അധ്യായമാണ് ഉഹുദും ഉഹുദ് യുദ്ധവും. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് മദീനയുടെ ഓരോ പ്രദേശമായ ഉഹുദ് കടന്നു വരികയാണ്. 700ഓളം വരുന്ന ന്യൂനപക്ഷ ഇസ്ലാം സംഘം 3000ഓളം വരുന്ന ശത്രു സഖ്യത്തെ നേടുന്ന ഒരു ഭീകരമായ രംഗത്തെയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഹരികരം സുബൈറോട് നബിയേകി ഖാലിദ് ഇബ്നുൽ വലീദുണ്ടോർ നിലാതൂകും നിരഫാലെ അതു പഠിച്ചെന്നിട്ടവരുടൻ മുന്നേ തണി തന്നെ പുരത്താലേ അതിൽ കൂഫിറുകളിൽ ചിലർ തലവരെ വരികളെ നെറുനേരെ ചില തോളകളെ നിലവൊടയോത്തങ്ങളെ വീർത്തിരുത്തി തിരുമണി നബിയാലേ. മുത്തുനബിയുടെ യുദ്ധത്തെ തന്ത്രത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. തന്ത്രജ്ഞാനിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ അണിയൊപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ധർമ്മധ്വജം സുബൈർ ബിൻ അവ്വാമിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്നാൽ മറുവശത്തെ ഖാലിദ് ബിൻ വലീദ് സർവായുധ സന്നാഹനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉഹദിലെ ജബൽ റുമാൽ, അവിടെ 50 സ്വഹാബിമാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയിട്ടുണ്ട്. അവരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ഉണർത്തുന്നുമുണ്ട്. ഉരത്താർ നബി ത്വാഹ മണിമദീന ഒരുങ്ങിട്ടമൈ കൂട്ടം ഉമൈ കണ്ടാലോ വരണ്ടയിലെ ഞാനി ഇവിടെ വിട്ട് വരുവാൻ നിനയ്ക്കുന്നനയോ അല്ലാതെ ഒരു തുന്നിതാ നമ്മൾ ഉലകപ്പെട്ട് പോകുന്നതേയുങ്ങൾ തളർന്നെന്നാലോ ഉരമേ ഭവനിങ്കി ഇളകിടേണ്ട ഉദകം നമുക്കുങ്കൾ ചെയ്യുക വേണ്ട വെള്ള ഉറഫേറ്റം സ്വഹാബാക്കളെ വെള്ളീരുത്തിട്ട് തിരഞ്ഞ കോടി. ഓ എന്റെ സ്വഹാബ, നിങ്ങൾ യുദ്ധത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കേണ്ടതില്ല. യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും ഇനി നമ്മൾ യുദ്ധത്തിൽ വിജയിച്ച് ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഫടയടാർ മുതലെടുക്കുന്നേ സുഹലകപ്പെട്ടേ തിരകളവിലേ പതിലട്ടോർ മനമലക്കിട്ടേറ്റം അഹദുറ്റാറ്റിയ സഹമുഖ അടലി ഫാർത്തവർ അബ്ദുല്ലാഹി ജുബൈറണ്ടോരിലെ ജമികളോ അവിടെ പോഷണം ഒലിമത്തിഫുള്ളത് അവരെ ഫോൺ നമുക്കെടുത്തിടാ. ഫടയടാർ മുതലെടുക്കുന്നേ സുഹലകപ്പെട്ടേ തിരകളവിലേ. ശക്തമായ യുദ്ധത്തിന് ശേഷം ശത്രുക്കളെല്ലാം വിരണ്ടോടി. മുത്തുനബിയും സ്വഹാബത്തും ഒനീമത്ത് ശേഖരിക്കാൻ തുടങ്ങി. അതാ മലമുകളിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി വരുന്നു. അവരോട് അവിടെ നിന്ന് ഇറങ്ങണ്ട പറഞ്ഞല്ലേ? എന്തിന് നാം ഇവിടെ നിൽക്കേണ്ട ആവശ്യം? യുദ്ധം നമ്മൾ വിജയിച്ചില്ലേ, ഇനി എന്ത് ഇവിടെ നിൽക്കേണ്ട ആവശ്യം? എന്നാൽ ജുബൈർ റളിയല്ലാഹു അൻഹും 10 സ്വഹാബത്തും അവിടെ നിന്ന് ഇണങ്ങിയില്ല. എന്നാൽ ഇത് കണ്ട ഖാലിദ് ബിൻ വലീദും ഇക്രിമത്തും വെറുതെ ഇരിക്കുമോ? ഇല്ല, മലമുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. അവിടെ ചെന്ന് അവിടെ ബാക്കിയുള്ള സ്വഹാബത്തിനെ വെട്ടിക്കൊലപ്പെടുത്തി. എന്നാൽ ഈ സംഭവം കണ്ട ഇബ്ലീസ് അന്നേരത്ത് അഫ്ഫൽ വന്നെടുത്തത് ഇബ്ലീസതുവല്ല സ്വഹാലമായി പീഡിത്ത് ചൊല്ലി യാ ഇബാദല്ലാഹ് ഇഫ്ഫമാൽ ബായി ഫുറത്ത് കോടി നീരെല്ലാം സാരേ നിത്ത് കാത്ത് നീണ്ട് കൊൾവിൻ എണ്ടവർ ചൊല്ല. അഫ്ഫൽ വന്നെടുത്തത് ഇബ്ലീസതുവല്ല സ്വഹാ
പ്രാർത്ഥിക്കുകയാണ്, ഓ ദൈവത്തിന്റെ അനുയായികളെ, ആ മലമുകളിലേക്ക് കയറി വരൂ. ഓടിപ്പോയ ശത്രു സൈന്യത്തെയാണ് വിളിച്ചു കൂട്ടുന്നത്. അതെ, ഉഹദിൽ മറ്റൊരു യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. കുറേശികളിൽ അകിചതിരത്തുകൾ ഒരു പദമുറ്റിയം 20 പേരാ. കടുമലിലപ്പോൾ കാടരസോഫിൽ ഇടവെളി വെട്ടാൽ ചൂരിതമുറ്റി കലമമുത്ത് ഹിതഹിതമെത്താൻ ഇസ്മസിബ അബുവരു സ്വഹബിൻ അറുബരിലൊറ്റിന ഇവിടമി നൻകുമയുമകളിലാരാ. ഉഹദിന്റെ മണൽത്തരികളെ ചീറിപ്പായച്ചുകൊണ്ട് ഹംസാ റളിയല്ലാഹു അൻഹു 31ഓളം ശത്രുക്കളെ വെട്ടിമാറ്റിക്കൊണ്ട് ഉഹദിനെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അതാ ശത്രുക്കളിൽ നിന്നൊരു മല്ലൻ. ആരാണത്? സിപാഹിയാണ്. അതായത് അബൂ മൂസയുടെ മോനോ. ആരടാ എന്നോട് പോരടിക്കാനുള്ളത്? ഈ വെല്ലുവിളി കേട്ട ഹംസാ റളിയല്ലാഹു അൻഹു വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. കടുക വിളിത്താൻ ചേരണ ബമ്പർ യബ്ന മുഖദ്ദിഖത്തുൽ ബുൽറണ്ട് കനകിലകത്തുകൾ മദതമുത്തിയ ചൊരിയുക വേണ്ട. അടർപൊരുതിടുവാൻ കരുതിടയെത്തിടനിനവിനടുത്ത് വയനുമറിയണ്ട. അറുകല ചുറ്റി ചാടി ക്ഷണത്തിൽ തനയടി മസ്തർ തേശിടുമപ്പോൾ അറകരമെത്തിരെ ഭാഗിക പേടി ഒരു നുർബാനി മഹപട നരവർ അറയിലെടുത്തവർ അറബിൽ തിട്ടിട പെരുകതിനാറേ. നീ വലിയ ഭംഗിയൊന്നും നടിക്കണ്ട. നീ ആ ഒത്താശപ്പെടിന് മോനിലടാ. കുടുംബ മഹിമയും വെല്ലത്തരും പറയാനത് യുദ്ധത്തിനുണ്ടെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങടാ. ഇതും പറഞ്ഞ് ഹംസാ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് ഒറ്റച്ചാട്ടം. നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം ഹംസാ റളിയല്ലാഹു അൻഹു ആ സിപ്പായിയെ അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. തീർന്നില്ല. യുദ്ധത്തിന് ശേഷം ഹംസാ റളിയല്ലാഹു അൻഹു ആ സിപ്പായിയുടെ പടക്കുപ്പായം അഴിക്കാൻ ഒരുങ്ങിയ സമയത്ത് അതാ ഹംസാ റളിയല്ലാഹുവിനെ തക്കം പാർത്തൊരാൾ കാത്തിരിക്കുന്നുണ്ട്. അയാൾ യുദ്ധത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല. ആരാണ് അയാൾ? താരമിയണ്ടിട്ടൂരച്ചവൻ പേരുത്താനേ ജഗരതിൽ പകുത്താനേ വംശിയുമടുത്താരേ. വിരിശിൽ കണ്ടവർ പിന്നിൽ അടുന്താരേ മിൽമിയലേറിന്താരേ അവരുടെ പൂരന്താലേ. പടഫേതിറിയിൽ മെയ്യിൽ ഫലിന്താരേ അജബതിൽ പേടുന്താനേ ഭൂമിയിൽ പേടുന്താരേ. താരമിയണ്ടി ൂരച്ചവർ പേരുത്താനേ ജഗരതിൽ പകുത്താനേ വംശിയുമടുത്താരേ. അതെ, ചക്കം പാർത്തിരിക്കുന്നത് മറ്റാരുമല്ല, വഹ്ശിയാണ്. യുദ്ധത്തിലെ ശത്രുക്കളെയെല്ലാം അകന്നു മാറ്റിക്കൊണ്ട് വളരെ ക്ഷീണിതനായ ഹംസാ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചാടി വീണു. പാവപ്പെട്ട ക്ഷീണിതനായ ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ ഊരിലേക്ക് ഊരിപ്പിടിച്ച് ശത്രുത കൊണ്ട് മൂർച്ച കൂട്ടിയ അവന്റെ വാളങ്ങ് കുത്തിക്കയറ്റുകയാണ്. തീർന്നില്ല. ഒരിക്കലും വേദന സഹിക്കാത്ത അനന്തമായ ആ വേദനയിലേക്ക് അവനങ്ങ് കടക്കുകയാണ്. അല്ലാഹുവിന്റെ സിംഹം, മദീനയുടെ മുത്തിന്റെ കരളിന്റെ കഷ്ണമായ ഹംസാ റളിയല്ലാഹു അൻഹു ധീരത കൊണ്ട് ഉഹദിനെ പ്രകമ്പനം കൊള്ളിച്ച ഹംസാ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് സഹിക്കാതെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയാണ്. തീർന്നില്ല. ഇസ്ലാമിക സൈന്യം ഒന്നടങ്കം വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഈ സംഭവത്തിൽ അതാ ഇസ്ലാമിന്റെ ശത്രുവായ ആ ഹിന്ദെന്ന പെണ്ണങ്ങ് കയറി വന്നിട്ട് ചേതനയെത്തിക്കെടുക്കുന്ന ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ ആ കരളങ്ങ് കടിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിലെ പല പല ശുഹാദാക്കളുടെയും ചരിത്രങ്ങൾ നമുക്ക് വിശാലമായി പഠിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ ഞങ്ങൾ വിരാമം ഇടുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.